Hi everyone, hope you all are doing great. നിങ്ങൾ ഈ ഇൻഫോ പാരാലിസിസ് കേട്ടിട്ടുണ്ടോ? കോഗ്നിറ്റീവ് ഓവർലോഡ് എന്നും ഇൻഫോബിസിറ്റി എന്നും പറയാറുണ്ട്. നമ്മളുടെ ബ്രെയിനിലേക്ക് ഒരു പരിധിക്കപ്പുറം ഇൻഫർമേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ബ്രെയിനിന് ഒരുപാട് ഇൻഫർമേഷൻ ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് ആങ്സൈറ്റി ആയും സ്ട്രെസ് ആയിട്ടും ഓവർവെൽംഡ് ആയിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഈയിടെ എനിക്ക് വന്ന ക്ലയൻസിനൊക്കെ അവർ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അവരുമായിട്ട് കൂടുതൽ സംസാരിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് അവർ ഒരുപാട് നേരം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യം. നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് നേരം സ്ക്രോൾ ചെയ്യുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അത് മാത്രല്ല, ഡിഫറെന്റ് ഇമോഷൻസിലുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സാഡ് ആണെങ്കിൽ ഒന്ന് ഹാപ്പി ആയിരിക്കും, ഒന്ന് ന്യൂട്രൽ ആയിരിക്കും. അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ബ്രെയിൻ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പ്രൊക്രാസ്റ്റിനേഷൻ, ഒരു ലേസിനെസ്, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്തരം ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾഡ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ നല്ലൊരു റൂട്ടീൻ സെറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതല്ല, നിങ്ങളുടെ കൈവിട്ട് പോയിട്ടുണ്ട്, നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ, റൂട്ടീൻസിനെ ഇത് ബാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അസിസ്റ്റൻസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ സീക്ക് ചെയ്യുക. അതല്ല, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഫോൺ എടുക്കുന്നതിന് പകരം ചില നല്ല ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ വളരെയധികം ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോർണിംഗ് എണീറ്റ ഉടനെ തന്നെ ഫോൺ എടുക്കുന്നതിന് പകരം നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ എക്സസൈസ് ചെയ്യാം, റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും സ്ട്രെച്ചോ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജേർണലിംഗ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് മറ്റു മെന്റേഴ്സിനെ ആയിട്ട് കണക്ഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് നിങ്ങൾ അസിസ്റ്റൻസ് എടുക്കുക. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. യു ആർ നോട്ട് ടു ലേറ്റ്. ഇനിയും വൈകുന്നേക്കാൾ ബെറ്റർ ആണ് എത്രയും പെട്ടെന്ന് അസിസ്റ്റൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ലൈഫിന്റെ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. May God bless you all. Thank you very much. I'm Khushbu. As a life coach, mind power trainer and a counselor, I empower individuals to unlock their potential, to overcome their challenges, achieving a fulfilling life with clarity and purpose.